ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നാരായണീയം 8ാം ദശകത്തിലെ 10 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ദശകത്തിൽ 13 ശ്ലോകങ്ങളുണ്ട്. നമ്മളിപ്പോൾ 11ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാന്റെ നാഭീരന്ധ്രത്തിൽ നിന്ന് ഒരു താമര മൊട്ട് ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന സർവപദാർത്ഥങ്ങളുടെയും സംക്ഷിപ്ത രൂപമായിട്ടുള്ള താമരമൊട്ട് ഉയർന്നു വന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. ഈ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, കേട്ടു നോക്കൂ. വളരെ മനോഹരമായിട്ടുള്ള, നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കുന്ന, ചിന്തിച്ച് ആനന്ദം അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ശ്ലോകമാണ്. മനനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടുള്ള ഒരു ശ്ലോകമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, അർത്ഥവും മനസ്സിലാക്കുക, ചർച്ച ചെയ്യാം. തദേദംഭോരുഹ കുഡ്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്ദത്. തത് ഏതത് അംഭോരുഹ കുഡ്മളം തേ കളേബരാത് തോയപഥേ പ്രരൂഢം ബഹിഃ നിരീതം പരിതഃ സ്ഫുരദ്ഭിഃ സ്വധാമഭിഃ ധ്വാന്തം അലം ന്യകൃന്ദത്. നല്ലൊരു ശ്ലോകമാണ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? തത് ഏതത് അംഭോരുഹ കുഡ്മളം. അംഭോരുഹ കുഡ്മളം. തത് ഏതത്, ഇത് പറഞ്ഞിരിക്കുന്ന അംഭോരുഹ കുഡ്മളം. അംഭോരുഹം താമര, അതിന്റെ കുഡ്മളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊട്ട്. ആ താമര മൊട്ട്, ആ പറഞ്ഞിരിക്കുന്ന താമര മൊട്ട് എന്നുള്ളതാണ് തത് ഏതത് അംഭോരുഹ കുഡ്മളം. എന്താണ് സംഭവിച്ചത്? ഭഗവാന്റെ പൊക്കിളിൽ നിന്ന് പുറത്തേക്ക് വന്നു അല്ലേ? അത് തേ കളേബരാത്, നിന്തിരുവടികളുടെ കളേബരത്തിൽ നിന്ന്. ഇതൊക്കെ ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയുന്നത് കൊണ്ടാണ് നിന്തിരുവടികളുടെ എന്ന് പറയുന്നത്. നമ്മൾ സങ്കല്പിക്കുമ്പം ഭഗവാന്റെ കളേബരാത്, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് തോയപഥേ പ്രരൂഢം. ഭഗവാൻ ആ കാരണജലത്തിലാണ് ഉള്ളത് അല്ലെ? അപ്പോ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് അത് വേരുറച്ചിരിക്കുകയാണ്. തോയപഥേ പ്രരൂഢം. പ്രരൂഢം വേരിറക്കുക. തോയപഥ എവിടെയാണ്? ഈ കാരണജലത്തിലേക്ക് അങ്ങ് വേരുറച്ചു. ബഹിർനിരീതം, പുറത്തേക്ക് വന്നു തുടങ്ങി. ആ കാരണജലത്തിൽ വേരുറപ്പിച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങി. എങ്ങനെയാണ് വന്നത്? പരിതഃ സ്ഫുരദ്ഭിഃ, ചുറ്റുപാടും സ്ഫുരദ്ഭിഃ, പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ആ താമരമൊട്ട് പുറത്തേക്ക് വരുന്നത്. ചുറ്റുപാടും പ്രകാശിപ്പിച്ചുകൊണ്ടാണ് താമരമൊട്ട് പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് ഇത് പ്രകാശിപ്പിക്കുന്നത്? സ്വധാമഭിഃ. സ്വധാമഭിഃ, തൻ്റെ ധാമങ്ങളാൽ. ധാമങ്ങൾ ഉദ്ദേശിക്കുന്നത് തൻ്റെ ആ മുട്ടിൽ നിന്നും പുറപ്പെടുക്കുന്ന പ്രകാശകിരണങ്ങളാൽ ധ്വാന്തം. ധ്വാന്തം എന്ന് വെച്ചാൽ ഇരുട്ടിനെയാണ്. ആ ഇരുട്ടിനെ ധ്വാന്തം, ആ ഇരുട്ടിനെ അലം ന്യകൃന്ദത്. അലം ന്യകൃന്ദത് എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അലം ന്യകൃന്ദത്, പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു.
അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുറത്തേക്ക് വന്നിരിക്കുന്ന പത്മത്തിന്റെ മുട്ട് വളരെ പ്രകാശമാനമായിരുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഭഗവാന്റെ തത് ഏതത് അംഭോരുഹ കുഡ്മളം തേ കളേബരാത് തോയപഥേ പ്രരൂഢം പറയുമ്പോൾ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഭഗവാന്റെ ആ താമരമുട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് ആ പഥത്തില് വേരുറപ്പിച്ച് ബഹിർനീരീതം പുറത്തേക്ക് വന്നു തുടങ്ങി. ആ വരുന്ന സമയത്ത് തന്നെ പരിതഹാ സ്ഫുരദ്ഭിഹി ആ ചുറ്റുപാടും പ്രകാശം പരത്തിക്കൊണ്ടാണ് ആ താമരമുട്ട് പുറത്തേക്ക് വരുന്നത്. സ്വധാമഭിഹി സ്വന്തം ധാമങ്ങളാൽ, സ്വന്തം പ്രകാശ കിരണങ്ങളാൽ ധ്വാന്തം അലംന്യകൃന്തത് ധ്വാന്തം ഇരുട്ടിനെ ഇല്ലാണ്ടാക്കി തീർത്തു. അലംന്യകൃന്തത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കി തീർത്തു എന്നാണ് പറയുന്നത്. പ്രളയം എന്ന് പറയുന്നത് പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ എല്ലായിടത്തും ഇരുട്ടാണ്, മറ്റൊന്നുമില്ല, പ്രകാശമൊന്നുമില്ല. അവിടത്തേക്കാണ് പ്രകാശം ജ്വലിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. ഈ അന്ധകാരം എന്ന് പറയുന്നത് ആലസ്യത്തിന്റെയും അജ്ഞതയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഭാരതത്തില് നമ്മുടെ സംസ്കാരം, സനാതനധർമ്മം എന്നും കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടക്കുക, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പത്മം പുറത്തു വരുമ്പോൾ ചുറ്റും പ്രകാശം, ജ്ഞാനത്തിന്റെ പ്രകാശം പരക്കുന്നു. വേദത്തോടുകൂടിയാണ് ഭഗവാന്റെ ആ പൊക്കിൾ ചുഴിയിൽ നിന്ന് വന്നിരിക്കുന്ന താമരമൊട്ടിൽ നിന്ന് ബ്രഹ്മദേവനും വരുന്നത്. അടുത്ത ശ്ലോകത്തിൽ വരും. അപ്പോ അജ്ഞാനത്തെ നീക്കിക്കൊണ്ട് ജ്ഞാനം വരികയാണ്. അതൊന്ന് മനസ്സിൽ വെച്ചുകൊള്ളൂ. സർവ ഭാഗത്തും അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഒരിടത്തേക്ക് ഈ സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഭഗവാനിൽ നിന്ന് താമരമുട്ട് പുറത്തേക്ക് വരികയാണ്. അത് മുഴുവൻ പ്രകാശം പരത്തുന്നു. അവിടെ നിന്നാണ് വിദ്യയും വേദവും പറക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ആ പ്രകാശത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, ഒരു തരം ഊർജത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഭഗവാൻ സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. എല്ലാവരും കൂടി ഇങ്ങനെ മയങ്ങി കിടന്നാൽ പറ്റില്ലല്ലോ. അപ്പോഴെല്ലാവരും ഭഗവാനിൽ ലയിച്ചിരിക്കുകയായിരുന്നില്ലേ, പിന്നെ എന്തിനെങ്ങനെ ഒരു സൃഷ്ടി സംഭവിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളും ഭഗവാനിൽ നിന്ന് വന്നിരിക്കുകയാണ്, ഭഗവാന്റെ ഭാഗമാണ്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നും നമ്മളിലും ഇല്ല. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒരു വസ്തുവിനും നിലനിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നമുക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളിലും ഭഗവാനാണുള്ളത്, നമ്മൾ ഭഗവാനിലുമാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഈ ശ്ലോകത്തിന് സാധിക്കട്ടെ. പ്രകാശത്തെ സ്നേഹിക്കുന്നവരാണ് ഭാരതീയർ. ഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അജ്ഞാനത്തെ നീക്കുന്ന പ്രകാശം, അറിവ് എന്നുള്ളതാണ്. അതിൽ രതി, അതാണ് ഭാരതം. അതിൽ ലയിച്ചിരിക്കുന്ന, അതിനോട് വല്ലാതെ ഒരു അഭിനിവേശമുള്ള ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്, ഇന്നും ഉള്ളത്. നമ്മൾ അതിനെ സ്നേഹിക്കുന്നവരാണ്, അറിവിനെ ആരാധിക്കുന്നവരാണ്. ആ ശോഭയാണ് നമ്മളെ നാടിന്റെ തന്നെ പൈതൃകമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതം എന്നുള്ള പേര് പോലും നമുക്ക് വന്നിരിക്കുന്നത്. ആ ശോഭ, അറിവിൽ രതിയുള്ളവരാണ് നമ്മളെല്ലാവരും. ഭാരതത്തിന്റെ മക്കളായിട്ടുള്ള നമ്മളെല്ലാവരും അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ പത്മത്തിൽ നിന്ന് ഒരു താമരമുട്ടിനെ സൃഷ്ടിച്ചിരിക്കുന്നു. വെറുതെ ഒന്ന് ദൃഷ്ടി പായിച്ചതേ ഉള്ളൂ, താമരമുട്ട് പുറത്തേക്ക് വരുന്നു. എല്ലായിടത്തും അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ആ കാരണ ജലത്തിന്റെ പുറത്തു വന്നിരിക്കുന്ന അവസ്ഥയിൽ താമരമുട്ട് എല്ലായിടത്തും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം ധാമങ്ങളാൽ. ഇപ്പൊ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, ഒന്ന് ഏറ്റു ചൊല്ലി നോക്കൂ. തദേതദംഭോരുഹ കുഡ്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം
ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർധ്വാന്തമലം യകൃന്ദത്. ആ ഭഗവാനിൽ നിന്ന്, ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ അംഭോരുഹ കുഡ്മളം, ആ താമരമൊട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ആ തോയപഥത്തിലേക്ക്, കാരണജലത്തിലേക്ക് പോയി അതിൽ നിന്ന് പ്രരൂഢമായി വേരുറച്ച് അതിന് പുറത്തേക്ക് വരുന്നു. ആ പുറത്തേക്ക് വരുന്ന സമയത്ത് എല്ലായിടത്തേക്കും അതിൻ്റെ ധാമങ്ങളാൽ, അതിൻ്റെ പ്രകാശകിരണങ്ങളാൽ ശോഭയെ പടർത്തിക്കൊണ്ടാണ് ആ താമരമൊട്ട് പുറത്തേക്ക് വരുന്നത്. എല്ലായിടത്തുമുള്ള അന്ധകാരത്തിനെ മുഴുവനായിട്ടും അത് ഇല്ലാതാക്കുന്നു. ഇതാണ് ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാൻ പറ്റിയൊരു വിഷയമാണ് കഴിഞ്ഞ ശ്ലോകം മുതലൊക്കെ നമുക്ക് കേൾക്കുന്നത്. സങ്കല്പം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, വിഷ്ണുവിൻ്റെ രൂപം. അപ്പം അതിൽ നിന്നിങ്ങനെ താമരമുട്ട് വരുന്നതും സർവ ഭാഗത്തും പ്രകാശം പരക്കുന്നതും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അടുത്ത ശ്ലോകമായിട്ട് ഉടൻ കാണാം. എല്ലാവർക്കും നമസ്തേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.